നമസ്കാരം, ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ട്. സൺറൈസ് ഹോസ്പിറ്റൽ, കെയർ ബിയോണ്ട് ക്യൂർ. നിങ്ങൾക്കേവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. ദന്തരോഗ ചികിത്സാ രംഗത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക്, ചങ്ങരംകുളം. ജലജീവൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച എടപ്പാൾ ടൗണിലെ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം തേടി വട്ടംകുളം പഞ്ചായത്തിലെ മെമ്പർമാർ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ടൗണിൽ ധർണ നടത്തി. പൊടിശല്യം കാരണം ദുരിതം സഹിക്കാൻ കഴിയാത്ത വ്യാപാരികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരത്തിൽ പങ്കാളികളായി. ടൗണിലും വ്യാപാര സ്ഥാപനങ്ങൾക്കും മുന്നിലൂടെ 4 റോഡുകളിലും റോഡ് പൊളിച്ച് പൈപ്പ് മൂടിയെങ്കിലും ടാറിംഗ് നടക്കാത്തതിനാൽ പൊടിയിൽ മുങ്ങുകയാണ്. പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വട്ടംകുളം പഞ്ചായത്ത് ഭരണസമിതി 3 വട്ടം ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചിരുന്നു. പരിഹാരം കാണും എന്ന് ഉറപ്പു പറഞ്ഞതല്ലാതെ പാലിക്കപ്പെടാതെ ആയതോടെയാണ് ജനപ്രതിനിധികൾ തെരുവിലിറങ്ങിയത്. എടപ്പാൾ ടൗണിൽ നടന്ന ധർണ വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം.എ. നജീബ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ E.S. സുകുമാരൻ അധ്യക്ഷനായി. മുൻ പ്രസിഡന്റ് കഴുങ്ങിൽ മജീദ്, വൈസ് പ്രസിഡന്റ് ഫസീല സജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ ഹസൈനാർ നെല്ലിശ്ശേരി, അക്ബർ പനച്ചിക്കൽ, ദീപ മണികണ്ഠൻ, ശാന്ത മാധവൻ, ഹാജറ മുതുമുറ്റത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികളായ പി ശങ്കരനാരായണൻ, K.A. അസീസ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, ഏകദേശം 15-20 മിനിറ്റോളമായിട്ടുള്ള ഞാനൊക്കെ ഇവിടെ ഇരിക്കാൻ തുടങ്ങി. സത്യത്തിൽ നമുക്ക് പോലും ശരിക്ക് വായു ശ്വസിച്ച് പുറത്തേക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ മാസങ്ങളായി ഇതിങ്ങനെ പൊളിച്ചിട്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഏകദേശം 8 മണിക്ക് ഇവിടെ എത്തി വൈകുന്നേരം 10 മണിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നൊരു വ്യാപാരിയുടെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ കടയുടെ ഉള്ളിൽ കയറുന്ന പൊടികളും സാധനങ്ങളും എല്ലാം വിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറുന്നൊരവസ്ഥാവിശേഷം.